നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സിനിമാ സഹപ്രവർത്തകരുടെ കൂട്ടായ്മ അല്പസമയത്തിനകം എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടക്കും. അമ്മ സെക്രട്ടറി ഇടവേള ബാബുവാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. സഹപ്രവർത്തകർ എല്ലാവരും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സമീർ, പ്രതിഷേധ കൂട്ടായ്മയിലേക്ക് എല്ലാ ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുകയാണോ? എപ്പോഴായിരിക്കും ആരംഭിക്കുക? അഞ്ജു, കഴിഞ്ഞ ദിവസമാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. മലയാളത്തിൻ്റെ യുവ നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവം. ആ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മക്ക് അമ്മ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അമ്മ പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ കൂട്ടായ്മ 6:30 കൂടിയായിരിക്കും ആരംഭിക്കുക. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇന്നസെന്റ് MP, അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള കമൽ, അതോടൊപ്പം സംവിധായകരായിട്ടുള്ള രഞ്ജിത്ത്, മേജർ രവി തുടങ്ങിയിട്ടുള്ള പ്രമുഖരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആശാ ശരത്ത്, അതുപോലെ അനുമോൾ തുടങ്ങിയിട്ടുള്ള നടികളും എത്തിയിരിക്കുന്നു. സുരേഷ് കൃഷ്ണ അടക്കമുള്ള നടന്മാർ, അങ്ങനെ അത്തരത്തിൽ വിവിധ വിഭാഗങ്ങളായിട്ട്, അതായത് നടന്മാർ, അതോടൊപ്പം തന്നെ സംവിധായകർ, നിർമ്മാതാക്കൾ, അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ഏറെക്കുറെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. അതോടുകൂടി അതിനുശേഷമായിരിക്കും ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഈ അന്വേഷണം ഏറെക്കുറെ പ്രതിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിൽ തന്നെ എത്തിയിരിക്കുന്നു. പ്രതി ഏറെക്കുറെ വലയിലായി എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മലയാള സിനിമ മേഖലയിലെത്തുന്ന പലർക്കും അത്തരത്തിലുള്ള ഒരു വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ആ സംഭവം ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അറിയിച്ചതനുസരിച്ച് 6 മണിയോട് കൂടി തന്നെ ഈ പരിപാടി ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പലരും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലർക്കും എത്താൻ കുറച്ചുകൂടെ സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് 6:30 ഈ പരിപാടി ആരംഭിക്കാനുള്ള സമയം നീട്ടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയറാം മദ്രാസിലായതുകൊണ്ട് അദ്ദേഹം എത്തില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഏറെക്കുറെ മലയാള സിനിമയിലെ പ്രമുഖരെല്ലാവരും തന്നെ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 6:30 കൂടെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുക. അഞ്ജു, തീർച്ചയായും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിനായിരിക്കുമോ എറണാകുളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? നമുക്ക് അത്തരത്തിൽ തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക. പ്രത്യേകിച്ചും സമീപകാലത്തൊന്നും തന്നെ ഉണ്ടാവാത്ത ഒരു സംഭവമാണ്. ഒരു നടിയെ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയെ കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം സമീപകാലങ്ങളിലൊന്നും തന്നെ മലയാള സിനിമ മേഖലയിൽ ഉണ്ടാവാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തണം. അതിനു വേണ്ടുന്ന എല്ലാ നടപടികളും സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന പല ആവശ്യങ്ങൾക്കും പലരുടെയും കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ കേസിൽ മുഖ്യപ്രതി എന്ന് പോലീസ് പറയുന്ന സുനി. അതുകൊണ്ട് തന്നെ ഈ സുനിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നു. സിനിമാ മേഖലയിലുള്ളവർ തന്നെ സംരക്ഷിക്കുന്നതടക്കമുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും സിനിമാ മേഖലയിൽ നിന്ന് ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും ഈ പ്രതിയെ പിടികൂടുന്നതിനുള്ള പൂർണ്ണ പിന്തുണ അമ്മയുടെ ചലച്ചിത്ര സംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അമ്മയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു നടിക്ക്, ഈ അക്രമത്തിന് ഇരയായ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയുമാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നസെന്റ് MP എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള കമൽ എത്തിയിട്ടുണ്ട്. സംവിധായകരായിട്ടുള്ള രഞ്ജിത്ത്, മേജർ രവി തുടങ്ങിയിട്ടുള്ള പ്രമുഖരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്.
ഇനി അല്പസമയത്തിനകം തന്നെ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി ഈ വേദിയിലേക്ക് എത്തും. അതിനുശേഷം തന്നെയായിരിക്കും ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആരംഭിക്കുന്നതും. തുടർന്ന് അവരവരുടേതായിട്ടുള്ള വിധത്തിൽ ഏത് ഒക്കെ മുൻകരുതലുകൾ സംബന്ധിച്ച് എടുക്കണമെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള അവരവരുടേതായ രീതിയിലുള്ള ഒരു പ്രസംഗവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട ചലച്ചിത്ര നടിമാരും അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന യുവ നടിമാർക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെ സംബന്ധിച്ചും അവരുടേതായ രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. നമുക്ക് ഇപ്പോൾ കാണാം, വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇപ്പോൾ കൂടുതൽ പേരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക്. അല്പസമയത്തിനകം ആയിരിക്കും നമുക്ക് ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനവും തുടർന്ന് അവരുടേതായ രീതിയിലുള്ള ഈ സംഭവത്തിലുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം ഉണ്ടാവുക. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ്. അതോടൊപ്പം തന്നെ ഈ അക്രമത്തിനിരയായ യുവനടിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പൂർണ്ണ ഐക്യദാർഢ്യം അവർക്കൊപ്പം എല്ലാവരും ഉണ്ട്. മാനസികമായി തകർന്നിരിക്കുന്ന അവർക്ക് എല്ലാവരും കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ. എന്തായാലും 6:30 കൂടെയായിരിക്കും ഈ ഐക്യദാർഢ്യ സമ്മേളനം ആരംഭിക്കുക. അഞ്ജു, എന്തായാലും സമീറ, ഒരുപക്ഷെ പൾസർ സുനി വളരെയേറെ കാലമായി സിനിമാ മേഖലയിൽ സിനിമാ ഫീൽഡിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ഒരു വലിയ പിന്തുണ പൾസർ സുനിക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഒട്ടേറെ കേസുകളിൽ ക്രിമിനൽ പ്രതിയായി ഇദ്ദേഹത്തെ എന്തിന് സിനിമാ മേഖല സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ കൂടെ നിർത്തുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതുവരെ ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എതിരായ ഒരു പ്രതിഷേധം, അവർക്ക് ഉള്ള വ്യക്തമായ മറുപടി ഒക്കെയും ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയിൽ ഉയർന്നു വരുമെന്ന് തന്നെ വേണോ പ്രതീക്ഷിക്കാൻ? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. പ്രത്യേകിച്ചും ഈ പൾസർ സുനി ഏറെ നാളായിട്ട് സിനിമാ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നു. വിവിധ ആളുകളുടെ കൂടെ ഡ്രൈവറായിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അപ്പോഴും കൂടി ഈ കുടിസുനിക്കെതിരെ പല രീതിയിലുള്ള കേസുകൾ, നേരത്തെ ഇപ്പോൾ സമാനമായ സംഭവങ്ങൾ നേരത്തെയും ആവർത്തിച്ച വ്യക്തി കൂടിയാണ്. നടിമാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമിച്ചതടക്കമുള്ള സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ മോഷണ കേസുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെയുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളെല്ലാം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഇന്നത്തെ ഈ യോഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ രാത്രികളിൽ ഏറെ ദൂരം തനിച്ച് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിയുടെ കൂടെ എന്തുകൊണ്ട് സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു, അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതോടൊപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇന്നത്തെ ഈ യോഗത്തിൽ നിന്നും ഉയരുക. ഇത്തരത്തിലുള്ള ഈ ഒരു യോഗത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു മറുപടി ഈ ഒരു വിഷയത്തിലുള്ള മറുപടി തന്നെയായിരിക്കും. ഒരു കൊടിസുനി ഒരു പൾസർ സുനി മാത്രമല്ല, സമാനമായ രീതിയിൽ പല ഡ്രൈവർമാർക്കും ബന്ധമുണ്ട് എന്നും ഇത്തരത്തിലുള്ളവരെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത് എന്നുമുള്ള ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിൽ സജീവമായി വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകിച്ചും ഈ ഡ്രൈവേഴ്സ് യൂണിയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സംഘടനകൾ രൂപീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഇവരുടെ ഒരു സുരക്ഷാ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, അവർക്ക് യാത്രാ സൗകര്യമൊരുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നും അതിനൊരു പരിഹാരം കാണുന്നതിന് ഇപ്പോൾ ഈ യുവനടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുള്ള പരിഹാര മാർഗങ്ങളും അവരുടെ ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നടന്മാരെല്ലാവരും തന്നെ, അതോടൊപ്പം തന്നെ നടിമാരുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകർ ഏറെക്കുറെ എല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി അല്പസമയത്തിനകം തന്നെ ഇതിന്റെ പരിപാടിയിലേക്ക് കടക്കും. ശരി, സമീറിലേക്ക് എത്താം. എന്തായാലും നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധ കൂട്ടായ്മ, സഹപ്രവർത്തകരെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മ തന്നെ സംഘടിപ്പിക്കുകയാണ് ചലച്ചിത്ര ലോകം. അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലെ ചടങ്ങുകൾ ആരംഭിക്കും. അതിലേക്ക് തന്നെ മടങ്ങിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സിനിമാ സഹപ്രവർത്തകരുടെ കൂട്ടായ്മ അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് ദർബാർ ഹാളിൽ. സെക്രട്ടറി ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് മലയാള സിനിമാ ലോകത്തെ പ്രമുഖരുടെ എല്ലാം ഒരു കടന്നുവരവാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നസെന്റ്, രഞ്ജിത്ത്, കമൽ, ഒപ്പം ജോഷി, ജയസൂര്യ, മനോജ് കെ ജയൻ, ചലച്ചിത്ര നടിമാർ, അണിയറ പ്രവർത്തകർ എന്നിങ്ങനെ വേണ്ട ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒത്തുചേർന്ന ഒരു പ്രതിഷേധ കൂട്ടായ്മ അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എറണാകുളം ദർബാർ ഹാളിൽ ആണ് ഏവരും ഒത്തുകൂടിയിരിക്കുന്നത്. നടിയെ ഉപദ്രവിക്കപ്പെട്ട സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവെങ്കിലും സിനിമാ ലോകത്ത് നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരവുമായാണ് പ്രതിഷേധ കൂട്ടായ്മ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേരുന്ന ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ആദ്യം മുതൽക്കേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പിന്നാലെ നിരവധി പ്രമുഖർ നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. നടിക്ക് വലിയൊരു പിന്തുണ ചലച്ചിത്ര ലോകം ഒന്നടങ്കം അവർക്കൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നതിനുള്ള ഒരു വേദിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ചലച്ചിത്ര മേഖല ഒന്നടങ്കം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ദർബാർ ഹാളിൽ. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏതായാലും ഈ ഒരു വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള സിനിമാ സഹപ്രവർത്തകരുടെ കൂട്ടായ്മ എറണാകുളം ദർബാർ ഹാളിൽ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇന്നസെന്റ്, രഞ്ജിത്ത്, കമൽ, ജോഷി ഉൾപ്പെടെ ഉള്ളവർ, ഒപ്പം മമ്മൂട്ടിയും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നൽകാൻ കഴിയുന്നത്. ദിലീപ്, ജയസൂര്യ, മനോജ് കെ ജയൻ, ഒപ്പം നിരവധി നടിമാർ എല്ലാവരും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. മോഹൻലാൽ ശാരീരിക പ്രശ്നങ്ങളാൽ എത്താൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഒപ്പം ജയറാമും ഷൂട്ടിങ്ങിനെ തുടർന്ന് മദ്രാസിലായതിനാൽ എത്താൻ കഴിയില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ എത്താൻ കഴിയുന്ന സഹപ്രവർത്തകരെല്ലാം നടിക്ക് പിന്തുണ ഉണ്ട്, ചലച്ചിത്ര മേഖല ഒന്നടങ്കം അവർക്കൊപ്പമുണ്ട് എന്ന് അറിയിക്കാൻ വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ സ്ഥലത്തു നിന്നും സമീർ വഴങ്ങോട് ചേരുകയാണ്. സമീർ, എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചടങ്ങ് ഉടൻ തന്നെ ആരംഭിക്കുമോ? സമീർ, കേൾക്കാമെങ്കിൽ. എന്തായാലും ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയായി. മമ്മൂട്ടി അടക്കമുള്ള എല്ലാ പ്രമുഖരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ, തങ്ങളിൽ ഒരാൾ അപമാനിക്കപ്പെട്ടതിന്റെ ഒരു പ്രതിഷേധം, അതിനുള്ള ഒരു കൂട്ടായ്മ, അതിനുള്ള വേദിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സമീർ ചേരുകയാണ്. സമീർ, അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമോ? അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് MP, അതോടൊപ്പം സംവിധായകരായിട്ടുള്ള കമൽ, രഞ്ജിത്ത്, മേജർ രവി തുടങ്ങിയിട്ടുള്ള പ്രമുഖരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. നടന്മാരിൽ മനോജ് കെ ജയൻ, ദിലീപ്, അതോടൊപ്പം തന്നെ ജയസൂര്യ തുടങ്ങിയിട്ടുള്ള താരങ്ങളും എത്തിയിട്ടുണ്ട്. നടിമാരിലും വലിയൊരു വിഭാഗം പേര് തന്നെ എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലെ, മലയാള സിനിമാ മേഖലയിലെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സംവിധായകരും നടന്മാരും അടക്കമുള്ള ഏറെക്കുറെ മുഴുവൻ പേരും തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി ആരംഭിക്കും. ഇത് ഒരു മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഈ സംഭവം ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള
പൾസർ സുനിയെ ചില സംരക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ മറുപടി നൽകുന്നതിന് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കൂട്ടായ്മ ആരംഭിക്കും. അഞ്ജു, ശരി, എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിക്കും. ഇപ്പോൾ തന്നെ മലയാള സിനിമാ മേഖലയിലെ ഏറെക്കുറെ എല്ലാവരും തന്നെ എത്തിയിരിക്കുകയാണ്. ഇന്നസെന്റ് MP, ഒപ്പം കമൽ, രഞ്ജിത്ത് ജോഷി, ഒപ്പം ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, ജയസൂര്യ, മനോജ് കെ ജയൻ തുടങ്ങി നടിമാരായ ഒട്ടുമിക്ക എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് തന്നെ എത്താം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സിനിമാ മേഖല ഒന്നടങ്കം എറണാകുളം ദർബാർ ഹാളിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മറ്റൊന്നിനും വേണ്ടിയല്ല, നീ തനിച്ചല്ല. മലയാള ചലച്ചിത്ര കുടുംബം അല്ലെങ്കിൽ ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ നിനക്കൊപ്പമുണ്ട് സഹോദരി എന്ന് പറയുവാൻ വേണ്ടി മാത്രം. ഇങ്ങനെ ഒരു സംഭവം നടന്നു. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നമ്മുടെ പോലീസ് സേന ഇതിനകം നിർവഹിച്ചിരിക്കുന്നത്. സർക്കാർ, ജുഡീഷ്യറി, പോലീസ് സംവിധാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമാ പ്രവർത്തകരോട് നിൽക്കുന്നത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സംഭവിച്ചതിന്റെ പേരിൽ മാത്രമല്ല, മറ്റ് തൊഴിലിടങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഓരോ രാത്രിയിലും കേൾക്കുവാനും കാണുവാനും ഒട്ടും ഇഷ്ടമില്ലാത്ത വാർത്തകളും ദൃശ്യങ്ങളും നമ്മെ തേടി വരുന്ന ഈ കാലത്ത് അത് നമ്മുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് കൂടി ഇരയാവേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന അപജയത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കൂടിച്ചേരലും ഐക്യദാർഢ്യവും ഒരു സഹപ്രവർത്തകയോടുള്ളത് മാത്രമല്ല, വരും ദിനങ്ങളിലും ഇരകളായേക്കാവുന്ന, ഒരിക്കലും അരുതാത്തത് സംഭവിക്കാതിരിക്കട്ടെ, എങ്കിലും ആയേക്കാവുന്ന ഓരോ സഹോദരിയോടും പറയുന്നു, ഈ ദുർവിധിയുടെ ദിവസങ്ങളിൽ നീ തനിച്ചാവില്ല, നിങ്ങൾക്കൊപ്പം മലയാളി സമൂഹം മുഴുവനും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയും. ക്രിമിനലുകൾ ഇത്തരം കൂടിച്ചേരലുകൾ കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ട്, എഴുത്തുകൊണ്ട്, സിനിമ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ എങ്ങനെയെല്ലാം തന്നെ നേരിടാൻ ശ്രമിച്ചാൽ കുറ്റകൃത്യം രക്തത്തിൽ എലിഞ്ഞു ചേർന്ന കുറ്റവാളികൾ പിറവിയെടുക്കുകയും ഇരുട്ടിന്റെ മറവുകൾ സ്വന്തമാക്കി അവർ ആക്രമണത്തിന് സജ്ജരാവുകയും ചെയ്യുന്ന കാലത്ത് ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കുകയോ മാത്രമാണ് ഒരു ശരാശരി മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ്. മറ്റ് ആളുകളുടെ വാക്കുകൾ കൂടെ ഈ വേദിയിൽ വരേണ്ടതുണ്ട്. അതിന് ഫലപ്രാപ്തി എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യൻ നന്നാവുക മാത്രമേ അങ്ങനെ സംഭവിക്കുകയും ഇതിനെല്ലാം ഉത്തരമുണ്ടാവുകയും അത്തരമൊരു ദിവസം, കാലം പിറക്കട്ടെ നമ്മുടെ മണ്ണിൽ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യമേ പറഞ്ഞു തരാം, ഔപചാരികമായ ചടങ്ങിന്റെ സ്വഭാവത്തിനില്ല. അടുത്തതായി ശ്രീ ഇന്നസെന്റ് നിങ്ങളോട് സംസാരിക്കും.
പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ, ഈ വേദിയിലിരിക്കുന്നവർ എല്ലാ സംഘടനയുടെയും നേതാക്കളാണ്. ഇന്നിവിടെ പറഞ്ഞ കാര്യം തന്നെ എല്ലാവർക്കും പറയാനുള്ളൂ. പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചെറിയ കാര്യം, ഇത്രയും കാലമായി സിനിമ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഇനി സിനിമയല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ മറ്റ് പല സ്റ്റേറ്റുകളിലും ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട് പുരോഗമിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയുള്ളത് കൊണ്ടോ ജനങ്ങൾക്ക് എന്നറിയാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരിക്കലും ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ചെറുതൊന്നുമല്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ അതൊരു കൗതുകത്തോടു കൂടി കേൾക്കുക, ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ, ഇതൊക്കെ അന്യൻ്റെ വീട്ടിൽ നടക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ദുഃഖമുണ്ട്. ഇന്നിവിടെ സിനിമ എന്ന് പറയുന്ന കുടുംബം, അതിനകത്തുള്ളവരാണ് നമ്മളൊക്കെ. ഈ മറ്റുള്ളവരും ഇവിടെ വന്നിരിക്കുന്ന സിനിമയിലല്ലാത്തവരും ആണെങ്കിലും ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ, നിങ്ങൾക്കറിയാം, ഒരു 3 ദിവസം മുമ്പ് 17-ാം തീയതി തോന്നുന്നു. ഇതിന് ശേഷം ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയുക, ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പണിയില്ലാത്ത കുറേ ആളുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഞാനിത് വായിക്കാറില്ല, ഒന്നുമില്ല. ഞാൻ ഇന്ന് കണ്ടപ്പോഴാണ് ഇന്നസെൻ്റ് ആരെയാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? അപ്പം എനിക്ക് തോന്നി, എനിക്ക് ആകെയുള്ള പേടി എന്നെ മാത്രം തന്നെയാണ്. 2 പ്രാവശ്യം അസുഖം വന്നിട്ടും ഒരു പേടിയില്ലാതെ വളരെ നീങ്ങുന്ന എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ആരെ പേടിക്കണം? അപ്പം ഇതൊക്കെ പറഞ്ഞ് പരത്തുക, അങ്ങനെയുള്ള ഒരു വിഭാഗവും ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങളാരുമല്ല, അല്ലെങ്കിൽ നമ്മളാരുമല്ല, അതൊരു രോഗമുള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരിക്കാണ് അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിക്കാണ് ഇത് വന്നത് എങ്കിൽ നമുക്കുണ്ടാവുന്ന വേദന നമുക്കറിയാം. ആ വേദന ഞങ്ങളുടെ കൂടെയൊക്കെ ഇത്രയും കാലം ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത പോലെയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു കുടുംബം പോലെ നമ്മളൊരു ഐക്യദാർഢ്യം ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. നമ്മളൊക്കെ അവരുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ആർക്കെന്തു വന്നാലും നമ്മളോടൊപ്പം തന്നെ നിങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. സിനിമയിലുള്ള ആളുകളുണ്ടാവാം, നമ്മൾ ടെക്നീഷ്യൻസ് എല്ലാവരും ആ കാര്യത്തിൽ കൂടെ ഉണ്ടാവും. ആർക്കും അതിലൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇതൊരു ഉത്സവമായി കൊണ്ടാടുന്ന രീതിയാണ് നമുക്ക് തെറ്റായിട്ട് തോന്നുന്നത്. നമ്മൾ ആലോചിക്കണം, ഇതിൽ ദുഃഖമുണ്ടോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശരിയാണ്, ദുഃഖമുണ്ട് എന്ന് മനസ്സിലാവും. ഇനിയുള്ള കാര്യം, ആ പ്രതികളെ ആരൊക്കെയാണ് ആ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ പോലീസ്, ഞാനിത് കേട്ട വഴി തന്നെ കാലത്ത് ഞാൻ നമ്മുടെ DGP അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, ലോക്നാഥ് ബെഹ്റെ, മുഖ്യമന്ത്രിയെ വിളിച്ചു. അവരൊക്കെ വളരെ ഭംഗിയായിട്ട്, പോലീസൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇനി ഒരു കാര്യമില്ലാതെ പോലീസ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ട് ആളുകളെ പിടിച്ചില്ല? ആളുകൾ വരുമോ എന്നെ പിടിക്കുകയെന്ന്? സമയമെടുക്കും, ഒരു പക്ഷേ എടുക്കട്ടെ. അപ്പോൾ അവരൊക്കെ വളരെ കാര്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുകൂടെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു രക്ഷപ്പെടാൻ ഈ പ്രതികൾക്കൊരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ വേണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നീങ്ങാൻ. എന്തായാലും നമുക്ക് ദുഃഖിക്കാം. തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വിപത്ത്
നമ്മുടെ സിനിമയിൽ എന്നല്ല, അല്ലാതെ തന്നെയുള്ള സംഘടനകൾ, എത്രയോ സംഘടനകളുണ്ട്. ഇവർക്കൊക്കെ വഴി നടന്നു പോകേണ്ടതാണ്. ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ പിന്നെ പലരും ചിലപ്പോൾ അതൊക്കെ വന്നു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് തീരെ ഇല്ലാത്ത വിധത്തിൽ ഗവൺമെൻറ്റും അതിനകത്ത് പങ്കെടുത്ത് അത് മായ്ച്ചു കളയും എന്നെനിക്ക് ഉറപ്പുണ്ട്. പോലീസിനും ഇതുവരെ ചെയ്ത അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളൊക്കെ ഇത്രയും അനുകൂലിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് പെട്ടെന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ്. മമ്മൂട്ടിയാണ് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കണം, വൈകുന്നേരം ഒരു മീറ്റിംഗ് വേണം. അപ്പോഴേക്കും ഇത്രയധികം ആളുകളെത്തി, ഇത്രയധികം ആർട്ടിസ്റ്റുകളെത്തി. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. എറണാകുളത്തിൻ്റെ ജനപ്രതിനിധികളായ 2 പേർ നമുക്കൊപ്പം ഉണ്ട്. ഈ ഒരു ദാരുണ സംഭവം നടന്നപ്പോൾ അവരുടെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം ശ്രീ പി രാജീവിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടത്, ഇങ്ങനെയൊരു ഒത്തുചേരലിനിടയായ സംഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ദുഃഖിക്കാനുള്ള ഒരു സന്ദർഭമല്ല. ഒന്ന്, കേരളീയ സമൂഹം എന്ന നിലയിൽ ലോകത്താകെ തല ഉയർത്തിപ്പിടിച്ചിരുന്നവർ എന്ന നിലയിൽ അപമാനഭാരത്താൽ ശിരസ് താഴ്ത്തേണ്ട ഒരു സന്ദർഭമാണെന്ന്. 2, ഇത്തരം സംഭവങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരേണ്ടത് എന്നതും ശരിയാണ്. ഞാൻ അന്ന് രാത്രി ഞങ്ങളുടെ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് പത്തരയുടെ ഒരു സിനിമയ്ക്ക് കയറി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 11:15 തുടർച്ചയായി രഞ്ജിയുടെ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മെസ്സേജ് അയച്ചു, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ. അപ്പോഴാണ് അദ്ദേഹം ഈ സംഭവം നടന്നു, ഇതിപ്പോൾ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ നേരെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ DGP വിളിച്ചപ്പോൾ ലാലപ്പോൾ തന്നെ DGP വിളിക്കുകയും DGP ഫോൺ എടുക്കുകയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഞാനത് കഴിഞ്ഞ് ലാലിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും കമ്മീഷണറും അതുപോലെ DCP, ആലുവ SP, IG ഉൾപ്പെടെയുള്ള എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യത്തിനകത്ത് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊരു കൃത്യത്തിന് വിധേയയായിട്ടുള്ള അവരുടെ മുൻപിൽ അവരുടെ ആ പ്രവൃത്തിയെ തുറന്നു പറയാൻ കാണിച്ച പ്രവൃത്തിയെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതൊന്നും പറയാതെ തൻ്റെ സെലിബ്രിറ്റി എന്നുള്ളതിന് എന്തെങ്കിലും കോട്ടം തട്ടുമോ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി മറച്ചു വയ്ക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ആരും അറിയാതെ ആവർത്തിക്കപ്പെടുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ ആ ആത്മധൈര്യത്തിന് മുൻപിൽ നമ്മളെല്ലാവരും കൈ കൊടുക്കേണ്ടതാണ്, ഒത്തുചേരേണ്ടതാണ്. ഒരു സെലിബ്രിറ്റിക്ക് മാത്രമല്ല, ഇന്നിപ്പോൾ നാം കാണുന്നുണ്ട്, ഗോഗട്ടിയിൽ നിന്ന് വന്നൊരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം ചാനലുകളിലൂടെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വലിയ കൂട്ടായ്മ, ജനകീയമായ ഇടപെടലുകളെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരും പോലീസും നീതിന്യായ സംവിധാനവും നമുക്കുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ശരിയാണ്. അതോടൊപ്പം ജനകീയമായ പ്രതിരോധവും ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനും, ഇതിൽ സിനിമാ ലോകം മാത്രമല്ല കേരളീയ സമൂഹമാകെ ഇതിനോട് ഐക്യപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. മലയാളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സംവിധായകൻ ശ്രീ ഹരിഹരനാണ് ഇപ്പോൾ ഫോൺ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഉറക്കണമെന്നും മദിരാശിയിലായതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാത്തതെന്ന് അദ്ദേഹം ഈ സദസ്സിനെ അറിയിക്കാൻ പറഞ്ഞു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ഹൈബി ഈലൻ. നമ്മുടെ
സമൂഹത്തിൽ വളർന്നു വരുന്ന വൈകൃതത്തിനെതിരെയുള്ള ഒരു കൂട്ടായ്മ മേഖലയിൽ നിന്നായപ്പോൾ എല്ലാ മേഖലകളിലും ഉയർന്നു വരേണ്ട ഒന്നാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യക്ഷമമായ എല്ലാ തലങ്ങളിൽ നിന്നും നമ്മൾക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആ കുട്ടി കാണിച്ചു എന്നുള്ളതും അതിനെതിരെ റിയാക്ട് ചെയ്യുകയും അത് കൃത്യമായി ബുദ്ധിപരമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ സന്തോഷകരമായ ഒരു കാര്യമായി തോന്നുന്നത്. അതാണ് ഈ സമൂഹത്തിലെ റിയാക്ട് ചെയ്യപ്പെടേണ്ട എല്ലാ മേഖലകളിലും. സ്ത്രീകൾ സമൂഹത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലും സൈബർ മേഖലകളിൽ പോലും ആക്രമിക്കപ്പെടുന്നുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾക്കറിയാം. അതിന് നമ്മൾക്കുണ്ടാകുന്ന ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും നമ്മുടെ ലീഗൽ ഫ്രട്ടേണിറ്റിയിലുള്ള നൂലാമാലകൾ കടന്നുകൂടുക, അത് മാറ്റിവെച്ചുകൊണ്ട് അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഏറെ ധൈര്യം പകരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധം തന്നെ, ഈ പ്രതിരോധം തന്നെയാണ് നാളുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയായി നമുക്ക് കണക്കാക്കേണ്ടത്. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ശ്രീ എൻ രാധാകൃഷ്ണൻ. ഈ സംഭവം പൊതുവെ എല്ലാ ആളുകളും വളരെ ഞെട്ടലോടെയാണ്, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയുടെ നേരെ രാത്രി ഒരുപാട് സമയം തട്ടിക്കൊണ്ടുപോവുക, ഭയപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമുക്ക് അത് വലിയ പരിചയമില്ലാത്ത ഏർപ്പാടാണ്. മലയാളികൾക്ക് പൊതുവെ കേട്ടറിവും പരിചയവുമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടത്. ഞാനിത് വളരെ ഭയപ്പാടോടുകൂടിയാണ് ഞാനിത് കാണുന്നത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഞെട്ടലോടെയുള്ളൊരു സംഭവമായി മാത്രമേ ഇത് കാണാൻ വേണ്ടി കഴിയൂ. പ്രത്യേകിച്ച് ഏറ്റവും അറിയപ്പെടുന്ന സിനിമാ ലോകത്ത് വളരെ പ്രഗത്ഭയായ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടായെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുക. 2-3 ദിവസം മുമ്പാണ് ഒരു 2 വീലറിൽ യാത്ര ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ നേരെ ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ പൂണിത്തറ ഭാഗത്തുണ്ടായി. അപ്പോൾ പൊതുവെ സ്ത്രീകൾ വ്യാപകമായ രീതിയിൽ നിർഭാഗ്യവശാൽ ആക്രമിക്കപ്പെടുന്നു. അതിലേറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, എല്ലാ ആളുകളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രഗത്ഭരായ ആളുകൾക്ക് പോലും ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. തീർച്ചയായും സിനിമാ ലോകം വളരെ സടകുടഞ്ഞെഴുന്നേറ്റത് വളരെ സന്തോഷകരമാണ്. നിങ്ങളുടെ ഈ അതിശക്തമായ പ്രതിഷേധം തീർച്ചയായും നല്ലതാണ്. പക്ഷേ എല്ലാ ജനവിഭാഗത്തിൻ്റെ വിഷയങ്ങളും ഉണ്ടാകണം എന്ന് വളരെ വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പൊതുസമൂഹത്തിൻ്റെ പല ഘട്ടങ്ങളിലുണ്ടാകുന്ന വിഷയങ്ങളിലും സിനിമാ ലോകത്തിൻ്റെ പ്രതിഷേധം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രഗത്ഭരായ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ ഞാനിതൊരു നിമിത്തമായിട്ട് കാണുകയാണ്. എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ഇതിനെതിരായി ശക്തിയായി പ്രതിഷേധിക്കണം. ഈ തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അടിയന്തരമായി സർക്കാർ ഇടപെടണം. ഈ തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഈ സമൂഹ മനസ്സാക്ഷിയുടെ കൂടെ, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും അണിചേരുന്നു. നമസ്കാരം. അടുത്തതായി ശ്രീ PT തോമസ് MLA. മലയാള ചലച്ചിത്ര രംഗത്തെ അതിപ്രശസ്തരായ കലാകാരന്മാരും കലാകാരികളും അതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകരും നിർമ്മാതാക്കളും സംവിധായകരും മറ്റു മേഖലകളിൽ പണിയെടുക്കുന്നവരുമായ പ്രിയപ്പെട്ടവരെ, എൻ്റെ
സഹപ്രവർത്തകരായ പൊതുപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തീർച്ചയായും ഇത്തരമൊരു കൂട്ടായ്മ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലൊരു സംഭവം ഒരിടത്തും ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന ഒരു വലിയ ആഗ്രഹം നമുക്കൊറ്റക്കെട്ടായി പ്രകടിപ്പിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ഞെട്ടലോടെയാണ് ആ സംഭവം എന്നോട് ശ്രീ ആൻഡോ ജോസഫ് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രവിച്ചത്. ആൻഡോ ജോസഫിനോടൊപ്പം അവിടെ ശ്രീ ലാലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിയെ കാണുമ്പോൾ എൻ്റെ ഒരു സഹോദരിക്കോ എൻ്റെ ഒരു മകൾക്കോ ഉണ്ടായ ഒരു സംഭവം പോലെ തോന്നുന്ന രീതിയിൽ വിറങ്ങലിച്ച് നിന്ന നിമിഷങ്ങളായിരുന്നു ശ്രീ ലാലായാലും ശ്രീ ആൻഡോ ജോസഫ് ആയാലും ഞങ്ങളൊക്കെ തന്നെ. കാരണം ആ സാഹചര്യം ഏകദേശം ഒരു 11:30 മുതൽ രാത്രി ഒരു 2-2:30 മണി വരെയുള്ള ആ അവസരം ആലോചിക്കാൻ കഴിയും. നീ തനിച്ചല്ല, ഈ ചലച്ചിത്ര കുടുംബം ഒന്നടങ്കം നിനക്ക് ഒപ്പമുണ്ട് സോദരി എന്ന് ഉറക്കെ പറയുകയാണ് ഈ കൂട്ടായ്മ. ഇതിലേക്ക് തന്നെ മടങ്ങിയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു അനുഭവം തീർച്ചയായും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. എനിക്കൊരു കാര്യമേ, ഞാൻ സിനിമാ രംഗത്ത് വളരെ സുഹൃത്തുക്കളുള്ള ഒരാളാണ്. എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാ സിനിമാക്കാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംഭാവന ആ കുട്ടിക്ക് നിരന്തരമായി പടം കൊടുത്തുകൊണ്ട്, നിരന്തരമായി അവരെ പൊതുവേദിയിൽ നിർത്തിക്കൊണ്ട്, നിരന്തരമായി ഈ കാര്യത്തിനെതിരെ അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം. അതിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ഈ നീക്കങ്ങളിൽ ഇതുപോലെ അതിശക്തമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാൻ അവസാനിപ്പിക്കും. മഞ്ജു വാര്യർ. ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഇതൊരു വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടി ഈ സാഹചര്യത്തെ നേരിട്ട ആ ഒരു സമചിത്തതയെയും ഒരു മനോധൈര്യത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു. അതിൽ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മമ്മൂക്ക. കേരളത്തിന് പ്രിയങ്കരിയായ അഭിമാനമായ ഒരു സഹോദരിയുടെ
സഹോദരന്മാരും സഹോദരിമാരുമാണ് ഞങ്ങൾ. ആ സഹോദരി ഇന്നൊരു പ്രതിരോധത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ പ്രതിരോധത്തിൻ്റെ പ്രതീകം തീർത്ത നാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുകയാണ്. ഈ നാളം അഗ്നിയായി, അഗ്നിഗോളമായി മനുഷ്യ മനസ്സാക്ഷി മരവിച്ചവരുടെ മുകളിൽ ആഞ്ഞു പതിക്കും. അതിന് ഉള്ള കൂട്ടായ്മയാണിത്. പൗരുഷം സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതിലല്ല, സ്ത്രീയെ സംരക്ഷിക്കുന്നവനാണ് പുരുഷൻ. ഇന്ന് മറ്റൊരു യോഗത്തിൽ ഒരു ന്യായാധിപൻ്റെ പ്രസംഗം കേട്ടാണ് ഞാൻ വരുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് എന്താപത്തോ അപകടങ്ങളോ ഉണ്ടായാലും ആത്മരക്ഷാവാദം ഉന്നയിച്ച് നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്വത്തിനും ജീവനും അപകടമുണ്ടാകുന്ന അവസ്ഥകളിൽ നമുക്ക് പ്രതിരോധിക്കാം. നമ്മുടെ സ്വത്ത് നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ അഭിമാനവും മാനവും നമ്മുടെ സ്വത്താണ്. ആ സ്വത്ത് സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെ പോയാലും നിയമസാധുതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മാതാക്കൾ, നമ്മുടെ അമ്മമാർ ഇതുപോലെയുള്ള മനുഷ്യരൂപം പൂണ്ട പിശാചുക്കൾ പ്രസവിക്കാതെ അമ്മപെങ്ങന്മാരെ സംരക്ഷിക്കുന്ന വീരപുത്രന്മാരെ പ്രസവിക്കുക. ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയ ഈ ദുരന്തത്തിൽ അവളുടെ വേദനയോടൊപ്പം, അവളുടെ ദുഃഖങ്ങളോടൊപ്പം, അവളുടെ പ്രയാസങ്ങളോടൊപ്പം ഞങ്ങൾ അണിചേരുകയാണ്. ഞങ്ങൾ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. നീ സമൂഹത്തിൽ ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം നിൻ്റെ ഒപ്പമുണ്ട്. അത് സിനിമാ പ്രവർത്തകരായും സാധാരണ ജനങ്ങളായും സാമാന്യ ജനമായാലും നിയമവും പോലീസും സർക്കാരും എല്ലാം നിൻ്റെ ഒപ്പമുണ്ട്. നീ പ്രതിരോധിക്കുക, നിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട് എന്നും. സ്ത്രീത്വത്തിൻ്റെ സംരക്ഷകനാണ് പുരുഷൻ. നന്ദി, നമസ്കാരം.